മനസ്സിലേറി സ്വപ്ന കന്യകൾ വയൽ മണ്ണിൻ ഗന്ധം നമുക്കെന്നും ചൂടാൻ ആർത്തു കൈകൾ കോർത്തു നീങ്ങാമിനിയും തുടർക്കഥ ഇത് തുടരാൻ താളിയോലകളാടുന്നു തകതോ. എല്ലാവർക്കും അർജു വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം എൻ്റെ കുടുംബത്തോടൊപ്പം രാവിലെ അമ്പല ദർശനത്തിന് ഇറങ്ങിയതാണ്. പഴയ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾക്ക് നടുവിലായി ഒരു ചെറിയ ക്ഷേത്രം. എൻ്റെ വീട്ടിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം അകലെ വാടനാംകുറിശി കുഴിയാനംകുന്നത്തുള്ള ശ്രീ മൂലേക്കാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ചൊവ്വല്ലൂർ മനക്കലെ കാരണവർ പറഞ്ഞത് പ്രകാരം സുമാർ 300 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം മുഴുവൻ വൃക്ഷനിബിഡമായ താഴ്വാരമായിരുന്നു. ഇപ്പോൾ നാം കാണുന്ന ശ്രീകോവിലുള്ള സ്ഥലത്ത് ഒരു പൂവിലഞ്ഞി മരം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ 2 പേര് കളിമൺ നിർമ്മിതമായിട്ടുള്ള ഒരു വലിയ ദേവീരൂപവുമായി ഈ ഇതുവഴി യാത്ര ചെയ്തു. ക്ഷീണം തീർക്കാനായി ഇലഞ്ഞിമര ചുവട്ടിൽ ആ ദേവീരൂപം ഇറക്കി വെച്ച് അവരടുത്തുള്ളൊരു ചോലയിൽ വെള്ളം കുടിക്കാൻ പോയി. ദാഹം മാറ്റി വന്ന അവർ ആ ദേവീരൂപം എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് നിലത്ത് ഉറച്ചതായി കാണപ്പെട്ടു. അതവിടുന്ന് എടുക്കാൻ അവർ ഒരുപാട് പരിശ്രമിച്ചെങ്കിലും കിട്ടാതായപ്പോൾ നിരാശയിൽ അവർ തിരിച്ചുപോയി. അങ്ങനെ കാലങ്ങളോളം ആ ശില്പം അവിടെ കിടന്നു. അങ്ങനെ ചിതറിക്കിടക്കുന്ന ആ മൺരൂപ ശകലങ്ങൾക്ക് ദേവീ ചൈതന്യം ഉള്ളതായി മനസ്സിലാക്കിയ ഇവിടെ നിന്ന് തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചൊവ്വല്ലൂർ മനയിലുള്ളവർ ഇവിടെ വിളക്കൊക്കെ വെച്ച് ആരാധിച്ചു. മലയാള വർഷം 1135 പാഴൂർ കണിയാൻ്റെ പ്രശ്ന പരിഹാര ക്രിയയുടെ ഭാഗമായി ഇന്ന് കാണുന്ന കരിങ്കൽ ഭിത്തിയോടുകൂടിയ ശ്രീകോവിലും തിടപ്പള്ളിയും പണിത് ദേവീരൂപം അവിടെ പ്രതിഷ്ഠിച്ചു. ഈ ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യാനുണ്ടെങ്കിൽ ആ വഴിപാടുകൾ സ്വയം എഴുതി നടയിൽ സമർപ്പിക്കാവുന്നതുമാണ്. എൻ്റെ ഇന്നത്തെ ദിവസം മൂലേക്കാവ് ഭഗവതിയെ തൊഴുത് ഒരു പോസിറ്റീവ് നോട്ടോടുകൂടി ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളിനി അടുത്തത് ഷൊർണൂർ ഗണേശഗിരിയിലുള്ള ഗണപതി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഈ മൂലേക്കാവ് ക്ഷേത്രത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വഴി പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ പാലക്കാട് ഭാഗത്തു നിന്നോ തൃശ്ശൂർ ഭാഗത്തു നിന്നോ വരികയാണെങ്കിൽ ഗുരുവായൂർ റോഡിൽ വാടാനാംകുറിശി പുതിയ റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. മലബാർ സോമിൽ ബസ് സ്റ്റോപ്പ് എന്നാണ് പറയുക. അവിടെ നിന്ന് ലെഫ്റ്റിലേക്കൊരു റോഡ് കയറി പോകുന്നുണ്ട്. ആ റോഡ് ഓൾമോസ്റ്റ് ഒരു 2-2.5 കിലോമീറ്റർ പോകണം. അങ്ങനെ ഞങ്ങൾ യാത്ര ഷൊർണൂരിലേക്കാണ്. ടൗണിലേക്ക് വരുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കുറച്ച് പുതിയ കാഴ്ചകളൊക്കെ കണ്ടത്. ഇത് ഞാൻ ലാസ്റ്റ് വീക്ക് ഇതുവഴി ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഇവിടെ കുറച്ച് പെയിൻറ്റിങ് പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന വിധത്തിൽ അവർ ഉദ്ഘാടനമൊക്കെ ചെയ്തു. ഉദ്ഘാടനം ചെയ്തത് ഈ ചിത്രത്തിൽ തന്നെയുള്ള നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള പ്രശസ്ത മലയാളം ഡയറക്ടർ ശ്രീ ലാൽജോസ് സാറാണ്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. മഹാകവി കുഞ്ഞുണ്ണി മാഷിനെയും മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള ശ്രീ ലാൽജോസ് സാറിനെയും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെയും ചിത്രമാണ് ഇവിടെ ഉള്ളത്. കേരളത്തിലെ തന്നെ ആദ്യ മാലിന്യ വിമുക്ത നഗരസഭയായിട്ട് ഷൊർണൂർ നഗരസഭ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്കും അതുപോലെ തന്നെ ഷൊർണൂർ മുനിസിപ്പാലിറ്റിക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. സിനിമാ മേഖലയിലെ അതുല്യ പ്രതിഭകളായിരുന്ന AK ലോഹിതദാസ്, ബാലൻ K നായർ, മേഘനാഥൻ, മോനിഷ ഉണ്ണി ഇവരും ഷൊർണൂരുകാരായിരുന്നു. ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും ഷൊർണൂരിലെ ജനങ്ങളുടെ മനസ്സിൽ ഇവർക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. എനിക്കെൻ്റെ ഷൊർണൂർ വളരെ പ്രിയപ്പെട്ടതാണ്. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇതുവഴി ട്രെയിനിൽ യാത്ര ചെയ്യാത്ത മലയാളികൾ വളരെ കുറവായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളായിരുന്നു ഷൊർണൂരും ഒറ്റപ്പാലം ഒക്കെ. പക്ഷേ സിനിമയുടെ രീതികളൊക്കെ മാറിയപ്പോൾ ഷൊർണൂരിനോടുള്ള ആ ഒരു പ്രിയം മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇനി നമുക്ക് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോയാലോ? ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സമാജം ഗണപതി ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ശനീശ്വര ക്ഷേത്രം കൂടിയാണിത്.
കേരള ആയുർവേദ സമാജ ബിൽഡിങ്ങിനകത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്ത് ഗണേശഗിരി എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ്. ശനിയാഴ്ചകളിലാണ് പൊതുവെ ഇവിടെ വളരെ പ്രാധാന്യം ശനീശ്വരന്. പക്ഷെ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഒരു ഞായറാഴ്ചയാണ്. എന്നകത്തേക്ക് പോവാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞു. പണ്ട് ചെറുപ്പത്തിൽ ഈ കാടാമ്പുഴ ഗുരുവായൂർ പോലത്തെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അമ്പലത്തിൽ പോകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രാധാന്യമാണ്, അതായത് ഞാൻ എൻ്റെ ഒരു 5-6 വയസ്സിലൊക്കെ ഉള്ള കാര്യം പറയണം കേട്ടോ, എക്സൈറ്റ്മെൻറ്റ് അമ്പലത്തിൽ തൊഴണേക്കാളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേക്കുറിച്ചാണ്. നല്ല മുരിഞ്ഞ ദോശയോ വടയൊക്കെ കഴിക്കാമല്ലോ, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്. വിശക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ കടയുണ്ട്, നല്ല നാടൻ കട. ഇതാണ് ഞാൻ പറഞ്ഞ കട. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലായിട്ട് ഗണേശഗിരിയിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കിട്ടുന്ന ഒരു കടയാണ് കുട്ടൻ്റെ കട. ഈ ചേട്ടനാണ് ഈ കട നടത്തുന്നത്. ചേട്ടാ വീഡിയോ എടുക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. ആ ചേട്ടന് നിൽക്കാനുള്ള സമയമില്ല, എല്ലാവർക്കും പെട്ടെന്ന് ഫുഡ് എത്തിക്കണ്ടേ. പിന്നെ പാചകമാണെങ്കിലും ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും ചേർന്നിട്ടാണ്. അങ്ങനെ നമ്മൾ കയ്യൊക്കെ കഴുകി വന്നിരുന്നപ്പോഴേക്കും നമ്മുടെ ടേബിളിലേക്ക് ഫുഡ് എത്തി തുടങ്ങി കേട്ടോ. വെള്ളപ്പം അതുപോലെ ഇഡ്ഡലിയാണ് എല്ലാവരും കഴിക്കണത്. ഞാൻ പൂരിയാണ് പറഞ്ഞത്. പൂരിക്കുട്ടന്മാരോടൊപ്പം കിഴങ്ങ് കറിക്ക് പുറമെ തേങ്ങാ ചമ്മന്തി ഉണ്ട്, അതുപോലെ തന്നെ ഉള്ളിച്ചമ്മന്തി ഉണ്ട്. നല്ല ചൂടുള്ള കിഴങ്ങ് കറിയും അതോടൊപ്പം തന്നെ നല്ല പൊള്ളയായിട്ടുള്ള പൂരിയും ചേർത്ത് കഴിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതിപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇതൊക്കെ പുതിയ കോമ്പിനേഷനാണ്. അതായത് ഗാന്ധി ചട്നി, നല്ല ഓറഞ്ച് കളറിലുള്ള ഗാന്ധി ചട്നിയും പൂരിയും, അതുപോലെ തന്നെ ഉള്ളി ചട്നിയും പൂരിയും. നിങ്ങൾ എത്ര പേര് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്? ഒന്ന് കഴിച്ചു നോക്കി. അപ്പോൾ ഈ 3 കോമ്പിനേഷനുകളും ഒന്നിനൊന്ന് കേമമായിരുന്നു. അങ്ങനെ പൂരിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ എനിക്കൊരു വെള്ളപ്പം തന്നു. ശരി, എന്നാൽ അതും കഴിച്ചു നോക്കാം. വെള്ളപ്പം അതുപോലെ തന്നെ ഗാന്ധി ചട്നിയും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. വെള്ളയപ്പം തണുത്തുപോയി, അപ്പോൾ എൻ്റെ മുഖവും ചെറുതായിട്ട് തണുത്തുപോയി. പൂരിയോടൊപ്പം കിട്ടിയിട്ടുള്ള ആ കിഴങ്ങ് കറിയുടെ കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ചപ്പോൾ ആ തണുപ്പൊക്കെ ഒന്ന് മാറി. പൂരി കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ വെള്ളപ്പത്തിലേക്ക് സ്വിച്ച് ചെയ്തപ്പോൾ വെള്ളപ്പം കഴിച്ചുകൊണ്ടിരുന്ന അച്ഛൻ പൂരിയിലേക്ക് സ്വിച്ച് ചെയ്തു. രാജവല്യമ്മ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ മൊരിഞ്ഞ വടയും അതുപോലെ തന്നെ ഒരു ഇഡ്ഡലിയും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടുത്തെ ചേട്ടനോട് കുറച്ച് ഗാന്ധി ചട്നി അതിന് മേലേക്ക് ഒഴിക്കാൻ പറഞ്ഞു, കുറച്ച്. അങ്ങനെ കുറച്ച് സമയം ആ ഒരു ഗാന്ധി ചട്നിയിൽ കുളിച്ച് കിടന്ന ആ ഒരു ഇഡ്ഡലി ഉള്ളി ചട്നിയും കൂട്ടിയിട്ട് അങ്ങ് കഴിച്ചു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി. ഇനി നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട, അതും അങ്ങോട്ട് കഴിച്ചതോടെ ഇന്നത്തെ ഇവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ ഡിഷും നമ്മൾ കഴിച്ചു. ഇനി ബാക്കിയുള്ളത് നല്ല കടുപ്പത്തിൽ ഒരു സ്ട്രോങ് ചായ. എൻ്റെ ഫാമിലിയിൽ എല്ലാവരും മീഡിയം ചായ കുടിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ എനിക്ക് അല്പം സ്ട്രോങ്ങിൽ തന്നെ വേണം ചായ. അപ്പോൾ ഞങ്ങൾ 5 പേര് ഇത്രയും ഭക്ഷണം കഴിച്ചിട്ടും മൊത്തം നമുക്ക് 280 രൂപയെ ബില്ലായിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഷോപ്പിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരിക കേട്ടോ. രാവിലെ 7:30 മുതൽ 10 മണി വരെ മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നുള്ളൂ. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നാൽ നമുക്ക് സമയം കളയാണ്ട് ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകുന്ന വഴി കൊളപ്പുള്ളിയിലെത്തിയപ്പോഴാണ് കേട്ടോ ട്രാഫിക്കിൽ വെച്ചിട്ട് ഈ ഒരു മുതലിനെ കണ്ടത്. ആ കാണുന്ന പച്ച വണ്ടി പ്രീമിയം പത്മിനി. നമ്മുടെ ലാലേട്ടൻ നാടോടിക്കാറ്റ് സിനിമയിൽ പറയുന്ന പോലെ
വെയിൽ ഒക്കെ കൊണ്ട് കണ്ണൊക്കെ ചീഞ്ഞ് പഴുത്തിരിക്കുകയാണ് സാർ. അതുകൊണ്ടാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നത്. കണ്ണിൻ്റെ അടിയിൽ ഭയങ്കര ക്ഷീണം അറിയുന്നുണ്ട്. ഉറക്കം ഫുള്ളായിട്ടില്ലായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും. ഞാൻ നല്ല സിനിമയ്ക്ക് കണ്ട് ഉറങ്ങിയപ്പോൾ 1 മണിയായി. പിന്നെ 6-7 മണിയായപ്പോൾ എനിക്ക് പോവുകയും ചെയ്തു അമ്പലത്തിൽ. അതെന്തായാലും നന്നാണ്, നമുക്ക് കുറച്ച് നേരത്തെ അമ്പലങ്ങളിൽ പോകണമല്ലോ. അപ്പോൾ വരുന്ന വഴി റോഡിൽ നമ്മുടെ പ്രീമിയം പത്മിനി കാറ് കണ്ട്. എനിക്ക് പൊതുവെ ഈ വിൻറ്റേജ് കാർസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രാഫിക്കിൽ പോകുമ്പോൾ, ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഓപ്പോസിറ്റിൽ അങ്ങനത്തെ വണ്ടികൾ വന്നാൽ ഒന്ന് ശ്രദ്ധിക്കും. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ അംബാസഡർ പോലും ഇപ്പോൾ ഒരു വിൻറ്റേജ് കാർ ലെവലിലെത്തിയല്ലോ. വളരെ കുറവാണ് ഇപ്പോൾ അംബാസഡർ പോലും നമ്മുടെ റോഡിൽ കാണുന്നത്. പിന്നെ പഴയ ടൈപ്പ് ജീപ്പുകൾ, ആധുനികമായിട്ടുള്ള വണ്ടികളുടെ ഇടയിൽ ഇങ്ങനത്തെ ചില വണ്ടികൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. പിന്നെ പഴയ ടൈപ്പ് ലോറികൾ, ഈ എന്താ പറയുക, നമ്മുടെ പുലിമുരുകനിലെ ലാലേട്ടനൊക്കെ ഓടിച്ച പോലത്തെ ലോറി, അതൊക്കെ ഓപ്പോസിറ്റിൽ ഇന്ന് ഐ തിങ്ക് നമ്മുടെ അമ്പലത്തേക്ക് പോകുന്ന വഴി അങ്ങനത്തെ ഒരു ലോറി കണ്ടു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ പറ്റുന്നതൊക്കെ നമ്മൾ ക്യാമറയിൽ പകർത്തും. അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ക്യാമറ ഞാൻ കൈകാര്യം ചെയ്യില്ല, അത് വേറെ ആർക്കെങ്കിലും കയ്യിൽ കൊടുക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ ട്രാഫിക്കിലൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ പെട്ടെന്ന് ഞാനത് ക്യാപ്ചർ ചെയ്യും. നമ്മുടെ വീട്ടിലെ തൊടിയിലെ കൈതച്ചക്ക എത്രയൊക്കെ പുറത്തുനിന്ന് വാങ്ങിയാലും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇത്തരം ഫ്രൂട്ട്സിന് എന്തോ ഒരു പ്രത്യേക രുചിയാണ് അല്ലേ. അപ്പോൾ മാങ്ങയുടെ സീസൺ കഴിയാറായി. ഇത് പിന്നെ സീസൺ നോക്കിയിട്ടൊന്നുമല്ല, നമ്മൾ മുമ്പ് എപ്പോഴും ഒരു കൈതച്ചക്ക പുറത്തുനിന്ന് വാങ്ങിയപ്പോൾ അതിൻ്റെ ഈ തണ്ട് മുളപ്പിച്ച് ഇതാണ്, അതങ്ങനെ ഉണ്ടായി. സന്തോഷം. എന്തായാലും പഴുത്ത് വരുന്നുള്ളതുകൊണ്ട്. നമ്മളിപ്പോൾ ഇവിടെ അങ്ങനെ വെച്ചിട്ട് പോയാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്നിയുടെ ശല്യം നല്ലോണം ഉണ്ട്. ഇന്നലെ മിഞ്ഞാന്നിട്ടൊരു പന്നിയെ കണ്ടു. എന്താ അതിൻ്റെ വലിപ്പം! ഞാൻ പണ്ട് ശബരിമലയിലൊക്കെ പോകുമ്പോഴാണ് അത്രയും വലിപ്പമുള്ള കാട്ടുപന്നിയെ കണ്ടിട്ടുള്ളത്. അത്രയും വലിയ കാട്ടുപന്നികൾ. അത് രാത്രിയല്ല, പകൽ കണ്ടു. പകൽ നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഓടി മറിയും. പക്ഷെ ഇപ്പോൾ അവർക്ക് പേടിയൊക്കെ പോയി തോന്നുന്നുണ്ട്. അതിപ്പോൾ എന്നെ കണ്ടിട്ടും ഒരു പന്നിയെപ്പോലെ തോന്നിയിട്ടാണോ അറിയില്ല, പന്നി എന്നെ കണ്ടിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പന്നികൾ ചിലപ്പോൾ ഇതൊക്കെ പൊളിച്ചിടും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പറിച്ചെടുത്തു എന്നേ ഉള്ളൂ. 2 ദിവസം ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് കഴിക്കാം. ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ അങ്ങോട്ട് റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടണില്ല. ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കണു. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലേ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കമൻറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ അത് വളരെ ഹെൽപ്പായിരിക്കും. അതുപോലെ വീഡിയോസ് പറ്റുന്ന പോലെയൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത്രേ പറയാനുള്ളൂ. സോ ഉടനെ തന്നെ മറ്റൊരു വ്ളോഗുമായി കാണാം. ബൈ. പ്രിയയുടെ മനസ്സിലെ സ്വപ്ന കന്യകൾ വയൽ മണ്ണിൻ ഗന്ധം നമുക്കെന്നും ചൂടാൻ